എനിക്ക് ഈയിടെ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇപ്രകാരമായിരുന്നു: റൂത്ത് വാസ് എ വിഡോ ബട്ട് ഗോഡ് മെയ്ഡ് ഹെർ എ മദർ. റൂത്ത് ഒരു വിധവയായിരുന്നു, പക്ഷെ ദൈവം അവളെ ഒരു അമ്മയായി മാറ്റി. എസ്റ്റർ വാസ് എ ഫോറിനർ ബട്ട് ഗോഡ് മെയ്ഡ് ഹെർ എ ക്വീൻ. എസ്റ്റർ ഒരു പരദേശിയായിരുന്നു, പക്ഷെ ദൈവം അവളെ ഒരു രാജ്ഞിയായി ഉയർത്തി. ഡാനിയൽ വാസ് എ സ്ലേവ് ബട്ട് ഗോഡ് മെയ്ഡ് ഹിം എ പ്രൈം മിനിസ്റ്റർ. ഡാനിയൽ ഒരു അടിമയായിരുന്നു, എന്നാൽ ദൈവം അവനെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി. ഡേവിഡ് വാസ് എ ഫൊർഗോട്ടൻ ഷെപ്പേർഡ് ബട്ട് ഗോഡ് മെയ്ഡ് ഹിം കിങ്. ദാവീദ് എല്ലാവരാലും അവഗണിക്കപ്പെട്ട, വിസ്മരിക്കപ്പെട്ട ഒരു ഇടയ ചെറുക്കനായിരുന്നു, പക്ഷെ ദൈവം ദാവീദിനെ രാജാവായി മാറ്റി. മോസസ് വാസ് എ ഫെയിലിയർ മാൻ ബട്ട് ഗോഡ് മെയ്ഡ് ഹിം എ ലീഡർ. മോസസ് പരാജിതനായ ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ദൈവം മോസസിനെ ജനതകളുടെ നേതാവാക്കി ഉയർത്തി. പീറ്റർ വാസ് എ ഫിഷർമാൻ ബട്ട് ഗോഡ് മെയ്ഡ് ഹിം എ ഫോഴ്സ്ഫുൾ പ്രീച്ചർ. പീറ്റർ ഒരു സാധാരണ മത്സ്യപിടുത്തക്കാരനായിരുന്നു, എന്നാൽ ദൈവം പത്രോസിനെ ഏറ്റവും ശക്തനായ, കരുത്തനായ സുവിശേഷ പ്രഭാഷകനായി മാറ്റിയെടുത്തു. പോൾ വാസ് എ മർഡറർ ബട്ട് ഗോഡ് മെയ്ഡ് ഹിം എ പവർഫുൾ അപ്പോസ്റ്റൽ. പൗലോസ് ഒരു കൊലയാളിയായിരുന്നു, പക്ഷേ ദൈവം ആ മനുഷ്യനെ ഏറ്റവും അനുഗ്രഹീതനായ അപ്പോസ്തലനാക്കി മാറ്റിയെടുത്തു. Remember, there is so much in you that God wants to bring it out. നിങ്ങളിൽ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട് ദൈവം നിങ്ങളിൽ നിന്ന് വളർത്തി ഉയർത്തി എടുക്കുവാൻ. Yield to him. അതുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. എത്ര സുന്ദരമായ ഒരു ആശയം. നമ്മുടെയും ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ആരും അല്ലാതിരിക്കുമ്പോഴും ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നു, വളർത്തുന്നു, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു, കൃപകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുക: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്തെന്നാൽ എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അതായിരുന്നു അപ്പോസ്തലൻ്റെ അനുഭവം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അങ്ങനെ പൗലോസിനെ, യേശുവിനെ എതിർത്തിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്നും ദൈവം സാവധാനം പരിവർത്തന വിധേയനാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന അപ്പോസ്തലനായി മാറ്റുന്നു. ക്രിസ്തു മതത്തിൻ്റെ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായി മാറ്റിയെടുക്കുന്നു. അതാണ് ദൈവം നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുക. ജെറമ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 18-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് ജെറമ്യായോട് അരുൾ ചെയ്തു, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു.
കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രൂപത്തിൽ മെനയും. അങ്ങനെ പ്രവാചകനെ ഈ കുശവൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് രൂപമില്ലാത്ത പാത്രങ്ങൾ വീണ്ടും തച്ചുടച്ച് മെനഞ്ഞെടുക്കുന്ന ആ കുശവൻ്റെ അഭീഷ്ടമനുസരിച്ച് പുതിയ രൂപവും ഭാവവും കൊടുക്കുന്ന അത് കണ്ടിട്ട്, അത് കാണിച്ചു കൊടുത്തിട്ട് പ്രവാചകനോട്, ജെറേമിയയോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ദൈവത്തിലേക്ക് സമസ്തവും സമർപ്പിക്കുന്ന വ്യക്തികൾക്ക് അവിടുന്ന് പുതിയ രൂപവും ഭാവവും നൽകുന്നു. അവരുടെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നു. അങ്ങനെ ദൈവത്തിലേക്ക് സർവ്വതും സമ്പൂർണമായി സമർപ്പിക്കുന്ന വ്യക്തികൾക്ക് ഈ പുതിയ അനുഗ്രഹത്തിൻ്റെ പാത ജീവിതത്തിൽ എന്നും അനുഭവിക്കാനാകും. പരിശുദ്ധ കന്യകാമറിയം ഒരു ഗ്രാമീണ കന്യക, അതുവരെ അറിയപ്പെടാതിരുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വന്ന ഒരു സാധാരണ യുവകന്യക. പക്ഷെ ദൈവം അവളെ കണ്ടെടുത്തു, അവളിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകിക്കൊണ്ട് രക്ഷകൻ്റെ മാതാവാകുവാൻ അവളെ ഒരുക്കുന്നു. അങ്ങനെ ചരിത്രത്തിലെന്നും ഓർമ്മിക്കുന്ന, ചരിത്രത്തിന് പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി ഈ ഒരു ഗ്രാമീണ യുവതിയെ ദൈവം മെനഞ്ഞെടുക്കുന്നു. ഇതാണ് മനുഷ്യ ജീവിതത്തിൽ ദൈവം നൽകുന്ന അത്ഭുതങ്ങളുടെ ചരിത്രം. നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, അവിടുത്തെ പരിപാലനയുടെ സാന്നിധ്യത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ പുതിയ രൂപവും ഭാവവും അനുഗ്രഹങ്ങളും കൃപകളും നിറഞ്ഞ വ്യക്തികളാക്കി പരിണമിപ്പിക്കുന്നു. നമ്മിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ നാം സമ്പൂർണമായി ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെയും ജീവിതം ക്രമീകരിച്ച് കൊണ്ടുപോകണം. പ്രസിദ്ധമായ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ഒരു തത്വം 6P പ്രിൻസിപ്പിൾ ഉണ്ട്. പ്രോപ്പർ പ്രയർ പ്ലാനിങ് പ്രിവെൻസ് പുവർ പെർഫോമൻസ് എന്ന്. അതായത് ശരിയായ പ്ലാനിങ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ കൃപകളനുസരിച്ച് ജീവിതം പരിവർത്തന വിധേയമാക്കുമ്പോൾ ജീവിതം കൂടുതൽ വിജയപ്രദമായി മാറും. അപ്രകാരമുള്ള ഒരു പ്ലാനിങ്, അപ്രകാരമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളൊരു പദ്ധതി ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുമ്പോൾ ജീവിതം ഒരു പക്ഷേ എന്നും പരാജയത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് മാറിപ്പോകാം. എന്നാൽ ദൈവത്തോടൊപ്പം നാമും പദ്ധതി ഒരുക്കുമ്പോൾ, ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് ജീവിതം തിരിച്ചുവിടുമ്പോൾ ജീവിതം എന്നും വിജയപ്രദമായി മാറും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ വിവരിക്കുന്ന ഭാഗമുണ്ട്. ഈ 10 കന്യകമാരുടെ ഈ ഉപമ കർത്താവ് നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെന്നും ഈ ഒരു തയ്യാറെടുപ്പ്, ഈ ഒരു ജാഗരൂകത കാത്തു സൂക്ഷിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എത്ര സുന്ദരമാണ് ഈ ഒരു ഉപമ, ഈ ഒരു വിവരണം. ഈ ഒരു ഉപമയെ പുരസ്കരിച്ച് ഒരു വൈദികൻ ഫാദർ ജോസഫ് മൂഞ്ഞപ്പള്ളി വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ഒരു സന്യാസിനി
ഭവനത്തിൻ്റെ അവിടുത്തെ അൾത്താരയുടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട്. അദ്ദേഹം പ്രസിദ്ധനായ ഒരു ചിത്രകാരനും അതേപോലെ തന്നെ പല ദേവാലയങ്ങളുടെയും ശില്പിയുമൊക്കെയാണ്. അദ്ദേഹം ഈ അൾത്താര ഡിസൈൻ ചെയ്തിരിക്കുന്നത് 5 കന്യകമാർ തങ്ങളുടെ കയ്യിൽ ഈ എണ്ണ കുപ്പി കയ്യിലെടുത്ത് പല ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് അവരെ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് ബലിയർപ്പിക്കുവാനുള്ള ആ ബലിവേദിയുടെ ബലിപീഠം അല്ലെങ്കിൽ ആ മേശ. അച്ഛനോട് ആര് ചോദിച്ചു, അച്ഛാ ഈ 5 കന്യകമാരും മണവാളനെ എതിരേൽക്കുവാനാണെങ്കിൽ അവരെല്ലാവരും ഒരേ ദിശയിൽ തന്നെ ഒരേ ഡിറക്ഷനിൽ തന്നെ നോക്കി നിൽക്കേണ്ടവരല്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ 5 കന്യകമാർ അവർക്ക് എണ്ണ തികയാതെ വരുമ്പോൾ അവർ പല ദിക്കിലേക്കും പല ദിശകളിലേക്കും എണ്ണ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മണവാളനെ എതിരേൽക്കുവാൻ ഭാഗ്യമുണ്ടാകണമെങ്കിൽ, അതിനുള്ള കൃപയുണ്ടാകണമെങ്കിൽ ജാഗരൂകതയോടെ എണ്ണ കരുതിക്കൊണ്ട് ജീവിതത്തിലെന്നും ഈ ഒരു പ്ലാനും പദ്ധതിയും ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്നവരാകണം. മണവാളൻ വരും. അതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുക, ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ഇതാ മണവാളൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പുവിളി വരുമ്പോൾ, മണവാളൻ ആഗതനാകുമ്പോൾ വിളക്കു തെളിച്ച് സന്തോഷത്തോടു കൂടെ ഹൃദയത്തിൽ നിറയെ ആനന്ദം നിറച്ചുകൊണ്ട് എണ്ണ തെളിച്ച് അദ്ദേഹത്തെ എതിരേൽക്കേണ്ടവരാണ്. പക്ഷേ ഈ വിളക്കിൽ എണ്ണയില്ലെങ്കിൽ, ഹൃദയത്തിൽ ആനന്ദമില്ലെങ്കിൽ എന്തു ചെയ്യാനാകും? അപ്പോൾ ഈ ഉപമയിൽ കൊടുത്തിരിക്കുന്ന 5 കന്യകമാർ ആവശ്യപ്പെടുക, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. പക്ഷേ ഇവിടെ ഈ കന്യകമാർക്ക് അവസാന നിമിഷം എണ്ണ ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാകുന്നില്ല. ഇതായിരിക്കും നമ്മുടെയും ജീവിതത്തിൽ. നേരത്തെ കരുതലോടുകൂടെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ അവസാന നിമിഷം പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭ്യമായെന്ന് വരികയില്ല. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് എക്സ്പെക്ട് ടു റിപ്പൻറ്റ് അറ്റ് ദ 11th hour, യു മേ ഡൈ അറ്റ് 10:30 എന്ന്. അതായത് അവസാന മണിക്കൂർ വരെ കാത്തിരിക്കാൻ പാടില്ല. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്യുവാനുള്ള സമയമോ സന്ദർഭമോ സാഹചര്യമോ ഉണ്ടായി എന്ന് വരികയില്ല. ഡോണ്ട് എക്സ്പെക്ട് ടു റിപ്പൻറ്റ് അറ്റ് ദ 11th hour, ബട്ട് യു മേ ഡൈ അറ്റ് 10:30 എന്ന്. ഒരുപക്ഷെ ഇങ്ങനെ കാത്തിരിക്കുന്നവർ, എല്ലാ കാര്യങ്ങളും അവസാനം ചെയ്തു തീർക്കാമെന്ന് കരുതുന്നവർ വലിയ ഒരു ദുരന്തമായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക. സെയിൻറ്റ് മേരി ഓഫ് ഓറഞ്ച് എന്ന വിശുദ്ധയോട് അവരുടെ ആത്മീയ ഗുരു അവർ മരണക്കിടക്കയിലായിരുന്നപ്പോൾ അവസാന ശ്വാസം ഇങ്ങനെ വലിക്കുവാൻ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ആധ്യാത്മിക ഗുരു ഈ വിശുദ്ധയോട് ഉപദേശങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ സാവധാനം കണ്ണുകൾ തുറന്ന് ഈ വൈദികനോട് പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ പരിശീലിക്കുകയും തീർക്കുകയും ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ സമാധാനത്തോടു കൂടെയാണ്. അങ്ങനെയുള്ള സമാധാനവും സന്തോഷവും ജീവിതത്തിൽ വേണമെങ്കിൽ കരുതലോടെ കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു തീർക്കാനാകണം. എണ്ണ കരുതാതിരുന്ന വിവേകരഹിതകളായ കന്യകമാർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹശാലയിൽ പ്രവേശിച്ചു. പിന്നീട് ഈ വിവേകശൂന്യരായ കന്യകമാർ തിരികെ വരുമ്പോൾ, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്നപേക്ഷിക്കുന്നു. അപ്പോൾ ഉള്ള മറുപടി
ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കരുതലോടെ ജീവിക്കാത്തവർ, കാര്യങ്ങൾ കൃത്യമായി പദ്ധതിയൊരുക്കി പ്ലാനിട്ട് നിർവഹിക്കാത്തവർ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാത്തവർക്ക് ഉള്ള വലിയ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഉപമയുടെ വിവരണം. കർത്താവ് എന്നും കരുണാർദ്രനാണ്. അവിടുന്ന് എന്നും നമ്മെ കരുതലോടെ കാത്തു പരിപാലിക്കുന്നവനാണ്. അവിടുന്ന് നല്ല വിധക്കാരനാണ്. ആ വിത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും അവിടുന്ന് നൽകുന്നു. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന ആ വിധക്കാരൻ്റെ ഉപമയിൽ നാം മനസ്സിലാക്കുക, നല്ല നിലത്ത് വീണ വിത്തുകൾ 100, 60, 30 മേനി വിളവ് നൽകി. പക്ഷെ അതോടൊപ്പം തന്നെ ഉദാരനായ ആ കൃഷിക്കാരൻ വിധക്കാരൻ പാതയോരത്തും പാറക്കെട്ടുകളുടെ മുകളിലുമൊക്കെ ഈ വിത്ത് വിതയ്ക്കുന്നുണ്ട്. എല്ലാ ഹൃദയങ്ങളിലും കരുണാർദ്രനായ വിധക്കാരൻ വിത്ത് വിതയ്ക്കുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും ഫലം നൽകുക എന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം എന്നുകൂടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഫലം പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 44, 45, 46 വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതേപോലെ തന്നെ ഫലം തരാത്ത ഒരു അത്തിവൃക്ഷമായി നമ്മുടെ ജീവിതം മാറുമെങ്കിൽ അവിടെയും വലിയ ദുരന്തമായിരിക്കും പരിണത ഫലം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ ഈ ഫലം തരാത്ത അത്തിവൃക്ഷത്തിനുണ്ടായ അനുഭവം വിവരിക്കുന്നുണ്ട്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ വന്നു. എന്നാൽ അതിലൊന്നും കണ്ടില്ല. ഫലം തരാത്തതിനെ വെട്ടി നീക്കുക എന്നതാണ് ആ യജമാനൻ്റെ തീരുമാനം. കൃഷിക്കാർ വന്ന് ചോദിക്കുക, 1 വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കും, ഇല്ലെങ്കിൽ അത് വെട്ടി കളഞ്ഞുകൊള്ളുക. അങ്ങനെ ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിനവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ്. ഓരോ അവസരവും നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വീണ്ടും ചെയ്യുവാനുള്ള അനുഗ്രഹത്തിൻ്റെ അവസരം കൂടെയാണ്. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും പാഴാക്കാതെ ഫലം പുറപ്പെടുവിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മമാണ്. തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വാരി വർഷിക്കുന്നു. പക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രത്യുത്തരം ലഭിക്കണം. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് ദൈവം നമുക്ക് നൽകുന്ന കൃപയും അനുഗ്രഹവും. കാവോ ചുങ് മിങ് എന്ന് പറയുന്ന ഒരു ജാപ്പാനീസ് എഴുത്തുകാരൻ്റെ ഈ വാക്കുകൾ വളരെയേറെ ശ്രദ്ധേയമാണ്. ഗോഡ്സ് വേസ്, ദൈവത്തിൻ്റെ വഴികൾ. ഐ ആസ്ക് ദ ലോർഡ് ഫോർ എ ബഞ്ച് ഓഫ് ഫ്രഷ് ഫ്ലവേഴ്സ്. ഞാൻ ദൈവത്തോട് ഒരു കെട്ട് ഭംഗിയുള്ള നല്ല പൂക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബട്ട് ഇൻസ്റ്റെഡ് ഹി ഗേവ് മീ ആൻ അഗ്ലി കാക്ടസ് വിത്ത് മെനി തോൺസ്. പകരം എനിക്ക് ദൈവം തന്നത് ഒരു മുള്ളുകൾ നിറഞ്ഞ ഒരു മുൾച്ചെടിയാണ്. ഐ ആസ്ക് ദ ലോർഡ് ഫോർ സം ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്, ബട്ട് ഇൻസ്റ്റെഡ് ഹി ഗേവ് മീ മെനി അഗ്ലി ആൻഡ് ഡ്രെഡ്ഫുൾ വേംസ്. ഞാൻ ദൈവത്തോട് ഒരു ഭംഗിയുള്ള ചിത്രശലഭത്തിനെ തരുവാൻ പ്രാർത്ഥിച്ചു.
പക്ഷേ അതിന് പകരം ദൈവം എനിക്ക് തന്നത് വൃത്തിഹീനമായ, ഭയപ്പെടുത്തുന്ന, അറപ്പുളവാക്കുന്ന ഒരുതരം ഇങ്ങനെ വണ്ടുകളെയാണ്, അല്ലെങ്കിൽ വേംസിനെയാണ്. ഐ വാസ് ത്രെറ്റൻഡ്, ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്, ഐ വാസ് മോൺഡ്. ഈ പുഴുക്കളെ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിനും വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിലുണ്ടായപ്പോൾ ഐ വാസ് ത്രെറ്റൻഡ്. ഞാൻ ഭയപ്പാട് കൊണ്ട് നിന്നു. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്, നിരാശപ്പെട്ടു. ഞാൻ കരഞ്ഞു. ഐ മോൺഡ്. ബട്ട് ആഫ്റ്റർ മെനി ഡേയ്സ് സഡൻലി ഐ സോ ദ കാക്ടസ് ബ്ലൂം വിത്ത് മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കള്ളിമുൾ ചെടിയിൽ അതിമനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കണ്ടു. ആൻഡ് ദോസ് വേംസ്, ആ പുഴുക്കൾ, ബിക്കെയിം ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. ഞാൻ ആദ്യം കണ്ട ആ പുഴുക്കൾ പരിണാമം സംഭവിച്ചുകൊണ്ട് അതിമനോഹരമായ ശലഭങ്ങളായി തീർന്നു. ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്, ആ കാറ്റിൽ, മന്ദമാരുതനിൽ പറന്നു നടക്കുന്ന മനോഹരമായ ചിത്രശലഭങ്ങൾ. ഗോഡ്സ് വേയ്സ് ആർ ദ ബെസ്റ്റ് വേയ്സ്. ദൈവത്തിൻ്റെ വഴികളാണ് ഏറ്റവും മനോഹരമായ, അനുഗ്രഹീതമായ വഴികൾ. ഐ ആസ്ക്ഡ് ഫോർ ഹെൽത്ത് ദാറ്റ് ഐ മൈറ്റ് ഡു ഗ്രേറ്റർ തിങ്സ്. നല്ല കാര്യങ്ങൾ കുറേയധികം ചെയ്യുവാൻ വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഐ വാസ് ഗിവൺ ഇൻഫർമിറ്റി. പകരം എനിക്ക് രോഗമാണ് ദൈവം തന്നത്. ദാറ്റ് ഐ മൈറ്റ് ഡു ബെറ്റർ തിങ്സ്. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി എനിക്ക് രോഗങ്ങളുടെ അവസ്ഥ നൽകി. ഐ ആസ്ക്ഡ് ഫോർ റിച്ചസ് ദാറ്റ് ഐ മൈറ്റ് ബി ഹാപ്പി. ഞാൻ സന്തോഷവാനായിരിക്കുന്നതിന് വേണ്ടി ഞാൻ ധനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഐ വാസ് ഗിവൺ പോവർട്ടി ദാറ്റ് ഐ മൈറ്റ് ബി വൈസ്. കൂടുതൽ ബുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി എനിക്ക് പട്ടിണിയും പ്രയാസവുമാണ് ദൈവം തന്നത്. ഐ ആസ്ക്ഡ് ഫോർ പവർ ദാറ്റ് ഐ മൈറ്റ് ഹാവ് പ്രൈസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുൻപിൽ കീർത്തി ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ കരുത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി അപേക്ഷിച്ചു. ഐ വാസ് ഗിവൺ വീക്ക്നെസ് ദാറ്റ് ഐ മൈറ്റ് ഫീൽ ദ നീഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാൻ വേണ്ടി എന്നിലേക്ക് കൂടുതൽ ബലഹീനതയാണ് നൽകിയത്. ഐ ഗോട്ട് നത്തിങ് ഐ ആസ്ക്ഡ് ഫോർ ബട്ട് എവറിഥിങ് ഐ ഹോപ്ഡ് ഫോർ. ഞാൻ ചോദിച്ച പല കാര്യങ്ങളും എനിക്ക് ലഭിച്ചില്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് തന്നു. ഓൾമോസ്റ്റ് ഡിസ്പൈറ്റ് മൈ സെൽഫ്, മൈ പ്രേയേഴ്സ് വെയർ ആൻസേർഡ്. എൻ്റെ പരിഗണനകൾക്കപ്പുറമായി ദൈവം എൻ്റെ പ്രാർത്ഥനകൾ കേട്ടു. ഐ ആം എമംഗ് ഓൾ അതേഴ്സ് മോസ്റ്റ് റിച്ച്ലി ബ്ലെസ്ഡ്. മറ്റെല്ലാവരിലേക്കാൾ കൂടുതൽ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വഴികൾ. റൂത്തിനെ അനുഗ്രഹിച്ച ദൈവം, മോസസിനെ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ ദൈവം, പത്രോസിനെ, മത്സ്യപിടുത്തക്കാരനായ ഒരു സാധാരണ മനുഷ്യനെ വലിയ ഒരു പ്രഘോഷകനായി, സഭയുടെ തലവനായി ഉയർത്തിയ ദൈവം, കൊലയാളിയായിരുന്ന പൗലോസിനെ വലിയ അപ്പോസ്തലനാക്കി മാറ്റിയ ദൈവം നമ്മുടെയും ജീവിതത്തിൽ കൃപകൾ കൊണ്ട് നിറയ്ക്കും. നാം അവിടുത്തെ സന്നിധിയിൽ പരിശുദ്ധാമ്മയെപ്പോലെ സമ്പൂർണ്ണമായി സമർപ്പിക്കണം. അവിടുത്തെ വഴികൾ എന്നും നമുക്ക് അഗ്രാഹ്യമാണ്, പക്ഷെ ദൈവം നമ്മെ എന്നും കൈപിടിച്ച് നടത്തുന്നു. കരുതലോടെ ആ എണ്ണ കരുതിയിരുന്ന ബുദ്ധിമതികളായ കന്യകമാരെ പോലെ നമുക്കും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവിടുത്തെ പരിപാലനയിൽ ജീവിക്കാൻ, മണവാളനെ സന്തോഷത്തോടുകൂടെ എതിരേൽക്കുവാൻ നമുക്കും യോഗ്യതയുണ്ടാകും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.